Hello friends, it's me Praveen. Welcome back to ChemDudes. നോക്കൂ കൂട്ടുകാരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു a crystal is one which has a regular and repeating arrangement of constituent particles. ഒരു ക്രിസ്റ്റൽ എന്നാൽ അവിടെ റെഗുലർ ആൻഡ് റിപ്പീറ്റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ് അവയുടെ പ്രത്യേകത. ശരി, ഇങ്ങനെയുള്ള ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നോക്കൂ, നമ്മൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിലെ പാർട്ടിക്കിൾ സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. നോക്കൂ, നമുക്കറിയാം ഒരു റെഗുലർ ആൻഡ് റിപ്പീറ്റിംഗ് അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ ഉണ്ട്. ഇനി നിങ്ങൾ ഈ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിനെ സ്പേസിൽ ഈ പാർട്ടിക്കിൾസ് വെച്ചിരിക്കുന്ന പൊസിഷൻസിനെ ഇമാജിനറി ലൈൻസ് വഴി നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്താൽ, ഐ റിപ്പീറ്റ്, സ്പേസിൽ വെച്ചിരിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ നമ്മൾ ഇങ്ങനെ ഇമാജിനറി ലൈൻസിലൂടെ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു, അവയെ നമ്മൾ ഇമാജിനറി ലൈൻസിലൂടെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമുക്കൊരു 3 ഡയമെൻഷണൽ ജോമെട്രിക്കൽ ഷേപ്പ് കിട്ടി. ഇങ്ങനെ ദി റെഗുലർ അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഇൻ സ്പേസ്, ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന്റെ സ്പേസിലെ റെഗുലർ ആയ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിസ്റ്റൽ ലാറ്റിസ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന ടേം ക്രിസ്റ്റൽ ലാറ്റിസ്. ക്രിസ്റ്റൽ ലാറ്റിസ് is a regular 3 dimensional arrangement of constituent particles in space. അപ്പോൾ ഒരു ക്രിസ്റ്റലിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ സ്പേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെയാണ് നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസ് എന്ന് റെഫർ ചെയ്യുക. നോക്കൂ കൂട്ടുകാരെ, ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പാർട്ടിക്കിൾസ് ഇരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതുപോലെ അവയ്ക്കിടയിൽ വേക്കന്റ് ആയ സ്പേസസ് ഉണ്ട്. ക്രിസ്റ്റൽ ലാറ്റിസിൽ പാർട്ടിക്കിൾസ് കാണപ്പെടുന്ന ഈ സ്ഥലങ്ങളെ ഞാൻ ലാറ്റിസ് സൈറ്റുകൾ അഥവാ ലാറ്റിസ് പോയിന്റുകൾ എന്നും, അവയ്ക്കിടയിലെ ഈ വേക്കന്റ് സ്പേസസിനെ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റുകൾ എന്ന് പറയുന്നു. ഒന്നുകൂടി, ക്രിസ്റ്റൽ ലാറ്റിസിൽ പാർട്ടിക്കിൾസ് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നമ്മൾ ലാറ്റിസ് സൈറ്റുകൾ അഥവാ ലാറ്റിസ് പോയിന്റുകൾ എന്നും, അവയ്ക്കിടയിലെ വേക്കന്റ് സ്പേസിനെ നമ്മൾ ഇന്റർസ്റ്റീഷ്യൽ സൈറ്റ് എന്നും പറയുന്നു. അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത്, നോക്കൂ, ക്രിസ്റ്റൽ ലാറ്റിസിൽ പാർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ അവയ്ക്കിടയിൽ വേക്കന്റ് സ്പേസ് ആണ് കൂടുതൽ. അപ്പോൾ നിങ്ങൾ ഈ ടോട്ടൽ ക്രിസ്റ്റൽ ലാറ്റിസ് പരിഗണിച്ചാൽ പാർട്ടിക്കിൾസ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ തീരെ ചെറിയ പോയിന്റ്സ് ആണെന്ന് പറയേണ്ടി വരും. അങ്ങനെ പാർട്ടിക്കിൾസ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ തീരെ ചെറിയ പോയിന്റ്സ് ആയതുകൊണ്ടാണ് ഇവയെ നമ്മൾ ലാറ്റിസ് പോയിന്റ്സ് എന്ന് വിളിച്ചത്. സോ ഇനി കൂട്ടുകാർ ഈ ക്രിസ്റ്റൽ ലാറ്റിസ് ശ്രദ്ധിക്കുക. ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ നമ്മൾ ഈ പ്രത്യേകമായി ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ നോക്കൂ, എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതായത് ഈ ക്രിസ്റ്റൽ ലാറ്റിസിൽ നമ്മൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിരിക്കുന്ന റീജിയന് എന്താണ് പ്രത്യേകത? ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് ഈ റുബിക്സ് ക്യൂബ് വയ്ക്കുകയാണ്. നോക്കൂ, റുബിക്സ് ക്യൂബിലെ ഈ ഒരു ചെറിയ പോർഷൻ, ഈ ചെറിയ പോർഷൻ റിപ്പീറ്റ് ചെയ്താണ് നിങ്ങളുടെ റുബിക്സ് ക്യൂബ് ഉണ്ടായിരിക്കുന്നത്. സോ ഈ പോർഷൻ നിങ്ങൾ ഈ കളർ ശ്രദ്ധിക്കേണ്ടതില്ല, കളർ നോക്കിയാൽ ഇത് വ്യത്യാസം കാണും. സോ ഞാൻ പറയുന്നത്, ഈ റുബിക്സ് ക്യൂബിനെ സംബന്ധിച്ച് ഈ ഒരു പോർഷൻ റിപ്പീറ്റ് ചെയ്താണല്ലോ, ഈ പോർഷൻ ഇത്രയും വരുന്ന ഭാഗം റിപ്പീറ്റ് ചെയ്തിട്ടാണല്ലോ നിങ്ങളുടെ റുബിക്സ് ക്യൂബ് ഉണ്ടായിരിക്കുക. അതുപോലെ നിങ്ങളുടെ ക്രിസ്റ്റൽ ലാറ്റിസിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന അത്രയും പോർഷൻ റിപ്പീറ്റ് ചെയ്താണ് ലാറ്റിസ് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, the shaded region is the smallest repeating portion of a crystal lattice. That smallest repeating portion of a crystal lattice is called a unit cell. So I repeat, the smallest repeating portion of a crystal lattice is called unit cell. അപ്പോൾ നമ്മൾ പങ്കുവച്ച കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. The regular 3-dimensional arrangement of constituent particles of a crystal in space is called a crystal lattice. Then crystal latticeൽ പാർട്ടിക്കിൾസ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ, the positions occupied by the particles, അതിനെ നമ്മൾ വിളിച്ച പേര് ലാറ്റിസ് പോയിന്റ് or lattice sites, and the space in between these lattice points are termed as voids or interstitial sites. ഇവയ്ക്കിടയിലുള്ള സ്ഥലങ്ങളെ നമ്മൾ voids അല്ലെങ്കിൽ interstitial sites എന്ന് വിളിക്കുന്നു. And
The smallest repeating portion of this crystal lattice is termed as unit cell. അപ്പോൾ 4 ടേമുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ക്രിസ്റ്റൽ ലാറ്റിസ്, ലാറ്റിസ് പോയിന്റ്സ് ഓർ ലാറ്റിസ് സൈറ്റ്സ്, then interstitial sites or voids, and last one unit cell. കൂട്ടുകാരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട പ്രത്യേകമായ കാര്യം നോക്കൂ, ഇത് മുഴുവനായി ഒരു യൂണിറ്റ് സെൽ ആണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചാൽ, യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു പെർഫെക്റ്റ് ക്യൂബ് ആയിരിക്കണം എന്നില്ല. നോക്കൂ, യൂണിറ്റ് സെല്ലുകളെ സംബന്ധിച്ച് ഈ എഡ്ജ് ലെങ്ത്, ഈ എഡ്ജ് ലെങ്ത്, ഈ എഡ്ജ് ലെങ്ത്, ഈ 3 എഡ്ജ് ലെങ്തുകളും ഈക്വൽ ആവുകയും അവയ്ക്കിടയിലെ ഈ ആംഗിളുകൾ നോക്കൂ, ഈ ആംഗിൾ, ഈ ആംഗിൾ, ഈ ആംഗിൾ. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിനെ സംബന്ധിച്ച് അതിന്റെ ഈ എഡ്ജ് ലെങ്ത്, ഈ ഒരു എഡ്ജ് ലെങ്ത്, ദെൻ ഈ ഒരു എഡ്ജ് ലെങ്ത് ആൻഡ് ഈ എഡ്ജ് ലെങ്ത്. അപ്പോൾ ഈ 3 എഡ്ജ് ലെങ്തുകളും അതുപോലെ ഇവയ്ക്കിടയിലെ ആംഗിൾസ്, ഇവിടെ രൂപപ്പെടുന്ന ആംഗിൾ, അതുപോലെ ഇവിടെയുള്ള ആംഗിൾ, അതുപോലെ ഇവിടെയുള്ള ആംഗിൾ. അപ്പോൾ ഈ 3 ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കുകയും 3 എഡ്ജ് ലെങ്തുകൾ ഈക്വൽ ആയിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ യൂണിറ്റ് സെൽ ഒരു പെർഫെക്റ്റ് ക്യൂബായി നിലനിൽക്കുക. അല്ലാത്തപ്പോഴെല്ലാം ആ ക്യൂബിന് ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. സോ നമ്മൾ എന്തായാലും തൽക്കാലം യൂണിറ്റ് സെല്ലിന്റെ ഡിഫറന്റ് ക്ലാസുകളെ പറ്റിയാണ് പഠിക്കാൻ പോവുക. അതിനുശേഷമായിരിക്കും ഇത്തരം വേരിയേഷൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുക. നമ്മൾ ഇനി പറയുന്നത് യൂണിറ്റ് സെല്ലുകളെ അവയിൽ പാർട്ടിക്കിൾസ് കാണപ്പെടുന്ന സ്ഥലങ്ങളെ ആസ്പദമാക്കി എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് എന്നാണ്. സോ യൂണിറ്റ് സെൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 2. ദേ ആർ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് ആൻഡ് സെന്റേഡ് യൂണിറ്റ് സെൽസ്. അപ്പോൾ യൂണിറ്റ് സെല്ലുകളെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു, പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലുകളെന്നും സെന്റേഡ് യൂണിറ്റ് സെല്ലുകളെന്നും. അതിൽ ആദ്യത്തെയാൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽ. നോക്കൂ, നിങ്ങളുടെ യൂണിറ്റ് സെല്ലിൽ ആ യൂണിറ്റ് സെല്ലിന്റെ 8 കോർണറുകൾ, അതായത് ഇതാ നോക്കൂ, ഇതൊരു കോർണറാണ്, ഇത് അടുത്ത കോർണറാണ്, 3, 4, 5, 6, 7, 8. ഇങ്ങനെ നിങ്ങളുടെ യൂണിറ്റ് സെല്ലിന്റെ 8 കോർണറുകളിലായാണ് കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നതെങ്കിൽ ചിത്രം നോക്കൂ, ഇവിടെ നിങ്ങളുടെ യൂണിറ്റ് സെല്ലിന്റെ 8 കോർണറുകളിലായിട്ടാണ് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നത്. ഇങ്ങനെ യൂണിറ്റ് സെല്ലിന്റെ 8 കോർണറുകളിലായിട്ടാണ് പാർട്ടിക്കിൾസ് കാണപ്പെടുന്നതെങ്കിൽ അത്തരം യൂണിറ്റ് സെല്ലുകളെ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്ന് പറയുന്നു. സോ ഫ്രണ്ട്സ്, ഐ റിപ്പീറ്റ്, യൂണിറ്റ് സെല്ലിന്റെ 8 കോർണറുകളിലാണ് പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കുന്നതെങ്കിൽ അത്തരം യൂണിറ്റ് സെൽസ് ആണ് പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ്. ദാറ്റ് ഈസ്, പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് 8 corners of this unit cell. നിങ്ങളുടെ യൂണിറ്റ് സെല്ലിന്റെ 8 കോർണറുകളിലായി പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കുന്നു. അതുകൊണ്ടാണ് അവയെ നമ്മൾ പ്രിമിറ്റീവ് യൂണിറ്റ് സെൽസ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്ലാസ് സെന്റേഡ് യൂണിറ്റ് സെൽസ്. സെന്റേഡ് യൂണിറ്റ് സെൽസിന്റെ പ്രത്യേകത, അവിടെ 8 കോർണറുകളിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ, അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ 1, 2, 3, 4, 5, 6, 7, 8 ഈ 8 കോർണറുകളിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ കൂടി പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കും. ദാറ്റ് ഈസ്, പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് സം അതർ പൊസിഷൻസ് ബിസൈഡ്സ് ദോസ് സെറ്റ് കോർണേഴ്സ്. അപ്പോൾ കോർണറുകളിലെ പാർട്ടിക്കിളിനെ കൂടാതെ മറ്റേതെങ്കിലും സ്ഥാനങ്ങളിൽ കൂടി പാർട്ടിക്കിൾസ് പ്രസന്റ് ആണെങ്കിൽ അവയെ നമ്മൾ സെന്റേഡ് യൂണിറ്റ് സെൽസ് എന്നാകും വിളിക്കുക. സെന്റേഡ് എന്ന വാക്കിനർത്ഥം ഈ 8 കോർണറുകളിലെ കൂടാതെ പ്രസന്റ് ആയിരിക്കുന്ന പാർട്ടിക്കിൾസ് ഏതെങ്കിലും പൊസിഷന്റെ സെന്റർ ഭാഗത്ത്, അതായത് ഫേസിന്റെ സെന്ററിൽ, ബോഡിയുടെ സെന്ററിൽ, എഡ്ജിന്റെ സെന്ററിൽ, ഇങ്ങനെ ഏതെങ്കിലും സെന്റർ ഭാഗത്തായിട്ടായിരിക്കും കാണപ്പെടുക. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ സെന്റേഡ് യൂണിറ്റ് സെൽസ് എന്ന് വിളിക്കുക. നമുക്ക് നോക്കാം. സെന്റേഡ് യൂണിറ്റ് സെൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ 4. നോക്കൂ, ആദ്യത്തേത് ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ, രണ്ടാമത്തേത് ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ, മൂന്നാമത്തേത് എൻഡ് സെന്റേഡ് യൂണിറ്റ് സെൽസ്, നാലാമത്തേത് എഡ്ജ് സെന്റേഡ് യൂണിറ്റ് സെൽ. സോ സെന്റേഡ് യൂണിറ്റ് സെൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ 4. ഫസ്റ്റ് വൺ ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ, സെക്കൻഡ് വൺ ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ, തേർഡ് വൺ എൻഡ് സെന്റേഡ് യൂണിറ്റ് സെൽ, ആൻഡ് ദി ലാസ്റ്റ് വൺ എഡ്ജ് സെന്റേഡ് യൂണിറ്റ് സെൽ. അപ്പോൾ നമ്മൾ സെന്റേഡ് യൂണിറ്റ് സെല്ലിലെ ഓരോന്നായി പരിഗണിക്കുകയാണ്. ആദ്യത്തേത് ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽ. നോക്കൂ കൂട്ടുകാരെ, ഒരു ബോഡി സെന്റേഡ് യൂണിറ്റ് സെല്ലിനെ സംബന്ധിച്ച് നിങ്ങൾ
പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് 8 കോർണേഴ്സ് 1, 2, 3, 4, 5, 6, 7, 8. In body centered unit cell, one particle is present at the body center. അതായത് ഈ ക്യൂബാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഇതിനെ ഇളക്കി മാറ്റി, ഈ കട്ടയൊന്ന് ഇളക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ഉൾഭാഗം കാണാൻ കഴിയുമല്ലോ. ആ ബോഡിയുടെ സെന്ററിൽ ഉൾഭാഗത്തായിട്ട് ഒരു പാർട്ടിക്കിൾ കൂടി വരും. ചിത്രം നോക്കൂ. One particle is present at the body center besides those at corners. കോർണറുകളിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ ഒരു പാർട്ടിക്കിൾ ബോഡിയുടെ സെന്ററിൽ കൂടി പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ ബോഡി സെന്റേഡ് യൂണിറ്റ് സെൽസ് എന്ന് വിളിച്ചത്. ഫ്രണ്ട്സ്, ഐ റിപ്പീറ്റ്. In body centered unit cell, one particle is present at the body center besides those particles at corners. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സെന്റേഡ് യൂണിറ്റ് സെൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഫേസ് സെന്റേഡ് യൂണിറ്റ് സെൽ. എന്തായിരിക്കും ഫേസ് സെന്റേഡ് യൂണിറ്റ് സെല്ലിന്റെ പ്രത്യേകത? നോക്കൂ. In a face centered unit cell, particles are present at 6 face centers. നിങ്ങളുടെ ചിത്രം നോക്കൂ. ഞാൻ ഈ ഒരു റുബിക്സ് ക്യൂബ് യൂണിറ്റ് സെല്ലായി പരിഗണിച്ചാൽ 8 കോർണറുകളിലെ പാർട്ടിക്കിൾസ് 1, 2, 3, 4, 5, 6, 7, 8 ഇത് കൂടാതെ 6 ഫേസുകൾ നോക്കൂ. ഇതൊരു ഫേസ് ആണ്, ഇതൊരു ഫേസ് ആണ് 2, ഇതൊരു ഫേസ് ആണ് 3, ഇതൊരു ഫേസ് ആണ് 4, ബാക്കിലൊരു ഫേസ് 5, താഴെ ഒന്ന് 6. സോ ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, അങ്ങനെ 6 ഫേസിന്റെ സെന്ററിൽ കൂടി 8 കോർണറിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ അധികമായി പാർട്ടിക്കിൾസ് പ്രസന്റ് ആയിരിക്കും. So particles are present at 6 face centers beside those at corners. അപ്പോൾ ഒന്നുകൂടി, ബോഡി സെന്റേഡ് യൂണിറ്റ് സെല്ലിൽ 8 കോർണറുകളിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ ബോഡിയുടെ സെന്ററിൽ കൂടി ഒരു പാർട്ടിക്കിൾ പ്രസന്റ് ആയിരിക്കും. ഫേസ് സെന്റേഡ് യൂണിറ്റ് സെല്ലിൽ 8 കോർണറിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ 6 പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് 6 ഫേസ് സെന്റേഴ്സ്. Then what is mean by end centered unit cells? നോക്കൂ. end centered unit cells. In end-centered unit cells, 2 particles are present at 2 opposite end centers or 2 opposite face centers. ആ ഓപ്പോസിറ്റ് ഫേസുകളെയാണ് നമ്മൾ എൻഡുകൾ എന്ന് വിളിക്കുക. ബിസൈഡ്സ് ദോസ് അറ്റ് കോർണേഴ്സ്, അതായത് 8 കോർണറുകളിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ 2 എൻഡുകൾ ഓപ്പോസിറ്റ് ഫേസുകളുടെ മധ്യഭാഗത്ത് കൂടി പാർട്ടിക്കിൾസ് കാണപ്പെടുന്നു. സോ ഇൻ end-centered unit cells, 2 particles are present at end centers besides those at corners. 8 കോർണറുകളിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ 2 എൻഡ് സെന്ററുകളിൽ കൂടി പാർട്ടിക്കിൾസ് കാണപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവയെ നമ്മൾ എൻഡ് സെന്റേഡ് യൂണിറ്റ് സെൽസ് എന്ന് വിളിക്കുക. അങ്ങനെയെങ്കിൽ എഡ്ജ് സെന്റേഡ് യൂണിറ്റ് സെൽസിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ കൂട്ടുകാർക്ക് മനസ്സിലുണ്ടായിരിക്കും. നോക്കൂ. എഡ്ജ് സെന്റേഡ് യൂണിറ്റ് സെൽസ് 8 കോർണറുകളിലെ പാർട്ടിക്കിൾസിനെ കൂടാതെ 12 എഡ്ജുകളുടെ സെന്ററിൽ കൂടി പാർട്ടിക്കിൾസ് കാണപ്പെടുന്നു. സോ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് 12 എഡ്ജ് സെന്റേഴ്സ് ബിസൈഡ്സ് ദോസ് അറ്റ് കോർണേഴ്സ്. നോക്കൂ. ഇതൊരു യൂണിറ്റ് സെല്ലാണ്. 1, 2, 3, 4, 5, 6, 7, 8 8 കോർണറുകൾ. ഇനി എഡ്ജുകൾ നോക്കൂ. ഇത് ഒരു എഡ്ജാണ്. ദെൻ 2, 3, 4. അപ്പൊ ഇവിടെ 4 എഡ്ജുകൾ. ഈ 4ന്റെ മധ്യഭാഗത്ത് ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ ഒരു പാർട്ടിക്കിൾ. അപ്പൊ 4 എഡ്ജ് സെന്ററുകൾ പാർട്ടിക്കിൾ. ദെൻ അതുപോലെ നോക്കൂ. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, അനദർ വൺ. അപ്പോൾ 4 എഡ്ജ് സെന്ററുകൾ. ഇതുപോലെ ഈ ഭാഗത്തും 1, 2, 3, 4. അപ്പോൾ ഇവിടെയും 4 എഡ്ജുകൾ. അങ്ങനെ ടോട്ടൽ 12 എഡ്ജുകൾ. സോ പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് അറ്റ് ദീസ് 12 എഡ്ജ് സെന്റേഴ്സ് ബിസൈഡ്സ് ദോസ് അറ്റ് കോർണേഴ്സ്. അപ്പോൾ കൂട്ടുകാർക്ക് യൂണിറ്റ് സെൽസിന്റെ ക്ലാസിഫിക്കേഷൻ മനസ്സിലായെന്ന് കരുതുന്നു. നോക്കൂ കൂട്ടുകാരെ, പാർട്ടിക്കിൾസ് കാണപ്പെടുന്ന സ്ഥലങ്ങളെ ആസ്പദമാക്കി യൂണിറ്റ് സെൽസിനെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്തു. They are primitive unit cells and centered unit cells. In primitive unit cells, particles are present at 8 corners. But in centered unit cells, particles are present at some other positions besides those at corners. അപ്പോൾ ഇതാണ് യൂണിറ്റ് സെൽസിന്റെ ക്ലാസിഫിക്കേഷൻസ്. സോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ ക്ലാസ് താൽക്കാലികമായി അവസാനിപ്പിക്കുന്നു. നോക്കൂ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത പോയിന്റ്സ്: ക്രിസ്റ്റൽ ലാറ്റിസ്, ലാറ്റിസ് സൈഡ്സ് ആൻഡ് ലാറ്റിസ് പോയിന്റ്സ്, ദെൻ ഇന്റർസ്റ്റീഷ്യൽ സൈഡ്സ് ഓർ വോയിഡ്സ്, യൂണിറ്റ് സെൽ, ടൈപ്പ് ഓഫ് യൂണിറ്റ് സെൽസ്. അപ്പോൾ കൂട്ടുകാർ, ഇത്രയും ഭാഗം ക്ലാസ് കണ്ട് നന്നായി പഠിക്കുക.
നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. സി യു സൂൺ. ബൈ. താങ്ക് യു.